നമസ്കാരം ആദർശ് ആൻഡ് കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിങ്ക് പ്രോയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ആ സമയത്ത് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു GSTയുടെ കാര്യത്തിൽ. സത്യത്തിൽ ഈ GSTയിൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. GST ശരിക്കും നമ്മുടെ ഭാരതത്തിന് നല്ലതാണോ അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, നമ്മൾ GST വരുന്നതിന് മുന്നേ കുറേ തരത്തിലുള്ള ടാക്സേഷൻസ് ആയിരുന്നു. അതിനുശേഷം വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടക്കത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരുന്നു. ഈ GST ഓഫീസേഴ്സ് ആയാലും എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോൾ കുറേ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമ്മുടെ ഈ പറഞ്ഞ സിറ്റിസൺസിന് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് GSTയുടെ. ഇപ്പൊ GST എന്ന് പറയുന്ന പ്രൊസീജിയർ സിമ്പിൾ ആണോ? ഇപ്പൊ എന്താണ് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം പല പല സംരംഭകരുണ്ട്, ചെറുകിട സംരംഭകരുണ്ട്. ഇപ്പം അതേപോലെ വീട്ടമ്മമാരാണെങ്കിലും ഇപ്പൊ അച്ചാർ വിൽക്കുന്നവരുണ്ടാവും, അതേപോലെ കേക്ക് സംരംഭകരുണ്ടാവും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ GST എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണോ നമ്മൾ എടുക്കേണ്ടത്? അതോ GST അത് എങ്ങനെയാണ്, സിമ്പിൾ ആണോ എടുക്കാൻ വേണ്ടി? GST ഒരിക്കലും മാൻഡേറ്ററി അല്ല. കാരണം മാൻഡേറ്ററി ആണ് ഇത്ര ടേൺ ഓവറിൽ മേലെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് അത് മാൻഡേറ്ററി ആവുക. എത്രയാണ് ആ ടേൺ ഓവർ ലിമിറ്റ് ഉണ്ടോ? സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ 20 lakhs ആണ് ഗവൺമെന്റ് ടേൺ ഓവർ ലിമിറ്റ് പറഞ്ഞേക്കണത്. അപ്പൊ ഈ ചെറുകിട സ്ഥാപനം നടത്തുന്ന ആൾക്കാരൊക്കെ GST എടുക്കണം എന്നുള്ളത് എങ്ങനെയാണ്? അവർക്ക് നിർബന്ധമില്ല. അവർക്ക് ഈ പറഞ്ഞ GSTയുടെ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി GST എടുക്കാൻ അവരുടെ ഇഷ്ടമാണ്. അത് എടുക്കണോ വേണ്ടയോ എന്ന്. ഈ പറഞ്ഞ GSTയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പർച്ചേസ്, നമ്മളിപ്പോൾ ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. വെച്ചാൽ ഈ പറഞ്ഞ പർച്ചേസിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് അത് നമുക്ക് ഈ പറഞ്ഞ സെയിൽസ് ടാക്സിൽ നിന്ന് ലെസ് ചെയ്തിട്ട് അത് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ടാക്സ് ബേർഡൻ തന്നെ നമുക്ക് കുറയണയാണ് ഈ പറഞ്ഞ സിറ്റിസൻസിന്. ഓക്കെ, പിന്നെന്താണ് GST കുറിച്ച് പറയാനുള്ളത്? GST സിമ്പിൾ പ്രൊസീജിയർ ആണോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഓഫ് കോഴ്സ് GST സിമ്പിൾ പ്രൊസീജിയർ ആണ്. പക്ഷേ ആൾക്കാർ ഇതിനെ വിലയിരുത്തുന്നത് ഒരു കോംപ്ലക്സ് ഡിഫറെൻറ്റ് രീതിയിലായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ്. ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക്സ് ധാരണ എന്ന് പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഹാർഡാണ്, ഭയങ്കരമായിട്ട് തലവേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർക്ക് ധാരണ. പക്ഷേ അതിൻ്റെ ബേസിക്സ് ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും സിംപ്ലിഫൈ, നമുക്ക് ഇതിനെപ്പറ്റി എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയുവാണെങ്കിൽ GSTയിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടമ്മ ചെറുകിട സ്ഥാപനമായിട്ട് അവർ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഫുഡ് പ്രോഡക്ട്സ് എന്തെങ്കിലും. അപ്പോൾ ഇതിൽ അവർക്കൊരു GSTക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൊസീജിയർ? എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ബിൽഡിംഗ് വേണം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ചിലത് കട വേണം, കടമുറി പോലെ അങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണോ? FSSAI രജിസ്ട്രേഷൻ ഓൾറെഡി അവർ എടുക്കുന്നുണ്ടാവും. അതല്ലാണ്ട് ഒരു GST എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്? GST എടുക്കാനായിട്ട് നോർമലി വേണ്ടത് ഒന്ന് റെന്റഡ് കടയാണ് ആണെങ്കിൽ ഈ പറഞ്ഞ റെന്റ് അഗ്രിമെന്റ്, പിന്നെ ഈ പറഞ്ഞ ഓണറിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ഈ പറഞ്ഞ തന്നെ മുനിസിപ്പൽ ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ്. ഈ മൂന്നുമാണ് മെയിനായിട്ട് GST രജിസ്ട്രേഷന് വേണ്ടി ചോദിക്കണത്. പിന്നെ അതുകൂടാണ്ട് ഈ പറഞ്ഞ ആരുടെ പേരിലാണോ എടുക്കുന്നത് അവരുടെ ഈ പറഞ്ഞ പാൻ കാർഡ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം GST രജിസ്ട്രേഷന് വേണ്ടി വേണ്ടത്. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ GST രജിസ്റ്റർ ചെയ്യാൻ പറ്റും. യെസ്. ഇപ്പോൾ ഈ GST നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഇൻകം ടാക്സിലുള്ള ആ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് അത് സെപ്പറേറ്റ് ആണ്. GSTയിലുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ITC ക്ലെയിംസ് നമുക്ക് ബിസിനസ്സിന് വേണ്ടി കുറെ യൂസ്ഫുൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സിന് വേണ്ടി കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഹോൾമാർക്ക് പോലെയാണ്. വെച്ചാൽ അതൊരു നല്ല സ്ഥാപനമാണ് എന്നുള്ളൊരു അതെ അതെ നിലയിലേക്ക് വരും. അതെ. അപ്പൊ എല്ലാവരും GST എടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ? പലരും ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആലോചിച്ചിട്ട് പലരും GST ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും GST എടുത്ത് അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിലേക്ക് അത് വരും എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ പലർക്കും ഇതൊക്കെ പേഴ്സണലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഇതേപോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്താ പറയാ, ടെൻഷൻ ഫ്രീ ആയിട്ടും
റിസ്ക്ലെസ് ആയിട്ടൊക്കെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നേ? യെസ്, തീർച്ചയായും. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നന്ദി, നമസ്കാരം. താങ്ക് യു.